LDC, LGS വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുത്ത കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 50ഓളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കാം. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. എൻ്റെ കൂടെ നിങ്ങളും പറയണേ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. പെരിയാർ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പെരിയാർ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഒരു സദിശ അളവിന് ഉദാഹരണം ത്വരണം. ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം. ഇത് ക്വസ്റ്റ്യൻസ് നമ്മൾ മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം പല പരീക്ഷകളിലായിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട്? 6. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം 6. ഏതൊക്കെയാണ് കേരളത്തിലെ കോർപ്പറേഷനുകൾ? തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ. ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കോർപ്പറേഷനുകൾ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ. ഇനി ഏറ്റവും ആദ്യം വന്ന കോർപ്പറേഷൻ ഏതാണ്? അത് തിരുവനന്തപുരമാണ് അല്ലേ? 1940. അവസാനമായിട്ട് ഏതാണ് അവസാനമായിട്ട് വന്ന കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ 6ാമത് വന്നത് കണ്ണൂരാണ്. 2015. അപ്പോൾ ആദ്യത്തേത് തിരുവനന്തപുരവും അവസാനമായി 6ാമതായി വന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് കണ്ണൂരുമാണ്. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എവിടെയാണ്? ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട എവിടെയാണ്? ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണ് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ചന്ദ്രയാൻ 1 പോലെയുള്ള സ്വപ്ന പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലെ ശ്രീഹരിക്കോട്ട. അപ്പോൾ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് ഇത് ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലെ ഒരു ദ്വീപാണ്. ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം, നമ്മുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണ് അത്. ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു ദ്വീപാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഏത് ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ്? ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് എറണാകുളം ജില്ലയിലാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് 2023 ഒരു തീപിടുത്തമുണ്ടായി അല്ലേ? 2023 മാർച്ച് 2 ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിൽ തീ പടർന്നു പിടിക്കുന്നത്. ഇതിൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി ജനങ്ങൾക്ക്. അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം ജില്ല. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം. ഏത് വർഷമാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്? 1853. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1853 ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണ്? 1853. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ഭോലു എന്ന ആനക്കുട്ടി അല്ലേ? 2003 ഇത് നമ്മൾ സ്വീകരിച്ചത്. ഭോലു എന്ന ആനക്കുട്ടിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യചിഹ്നമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്നാണ് വന്നത്? 1853. നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് അശ്വിനി വൈഷ്ണവാണ്.
കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷമാണ് 2017. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2017. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? അത് ഏതാണ്? ചെറുകുടൽ. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് രക്തത്തിലേക്ക് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ചെറുകുടലാണ്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ ഡി. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണല്ലേ വൈറ്റമിൻ ഡി. അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നു. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഖാദർ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വിതുര. അപ്പോൾ കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, വിതുര. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ ലൈന്. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈന്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയുടെ പേരെന്താണ്? തീൻ ബീഘ കോറിഡോർ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബീഘ കോറിഡോർ. ഇനി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളതോ? പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളത് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഡ്യൂറൻറ്റ് ലൈൻ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് ഡ്യൂറൻറ്റ് ലൈൻ. വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വീര കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? പഴശ്ശി രാജ. പഴശ്ശി രാജേനെയാണ് വീര കേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ആരായിരുന്നു പഴശ്ശി രാജ? കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശി രാജ. കേരളവർമ്മ പഴശ്ശി രാജ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലേ. കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു ആര്? കേരളവർമ്മ പഴശ്ശി രാജ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതാണ് വീര കേരള സിംഹം. എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വീര കേരള സിംഹം. എന്നാണ് അദ്ദേഹം മരണമടയുന്നത്? 1805 നവംബർ 30 മാവിനാന്തോട്ടിലാണ്. 1805 നവംബർ 30 മാവിനാന്തോട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ
വീരകേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ വിശേഷിപ്പിക്കുന്നത് വീരകേരള സിംഹം എന്നാണ്. പഴശ്ശിരാജയുടെ രാജവംശം എന്ന് പറയുന്നത് കോട്ടയം രാജവംശമാണ്. പഴശ്ശിരാജയുടെ രാജവംശം ഏതാണ്? കോട്ടയം രാജവംശമാണ്. പഴശ്ശി വിപ്ലവങ്ങൾ നമുക്ക് PSCക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം, ഇത് നടന്ന കാലഘട്ടം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മളിതൊക്കെ പഠിക്കും കേട്ടോ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ യൂണിറ്റാണ് ജൂൾ. സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സമരമാണ് 1893 വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം എന്നാണ്? 1893. അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വില്ലുവണ്ടി സമരം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം കർഷകർക്ക് ഈ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ജാതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വേർതിരിവുകൾ നടന്ന കാലഘട്ടമായിരുന്നു അത്. കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു അദ്ദേഹം സമരം ചെയ്തത് അല്ലേ. അപ്പം അദ്ദേഹം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വില്ലുവണ്ടി സമരം നടത്തിയത് 1893. ഇതെല്ലാം അയ്യങ്കാളിയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതകളാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. ദേശീയ ഗാനത്തെ നമ്മൾ അംഗീകരിച്ചത്, ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം, അത് നമ്മൾ അംഗീകരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 24. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതാണ്? സ്വർണ ജയന്തി, ഷഹാരി, റോസ് നഗർ യോജന. അപ്പം നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവയൊക്കെ ഏത് പദ്ധതിയാണ്? സ്വർണ ജയന്തി, ഷഹാരി, റോസ് നഗർ യോജന. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ്? 3:2. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലമാണ് തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എവിടെയാണ് കലാപം നയിച്ചത്? അത് തിരുനെൽവേലിയിലാണ്. സങ്കര ഇനം തക്കാളി ഏതാണ്? അക്ഷയ. അക്ഷയ എന്ന് പറയുന്നത് എന്താണ്? അത് സങ്കര ഇനം തക്കാളിയാണ്. ഉജ്ജ്വല എന്താണ്? ഉജ്ജ്വല മുളകാണ്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? മാർത്താണ്ഡവർമ്മയാണല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആയുധമെടുക്കാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഹൈഡ്രോപോണിക്സ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും പോരാളിയും ഒക്കെ ഗാന്ധിയനും സോഷ്യലിസ്റ്റ് ചിന്തകനുമൊക്കെ ആയിരുന്നു കെ കേളപ്പൻ അല്ലേ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് കേളപ്പനായിരുന്നു അല്ലേ. കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഏത് വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996. ജൂൺ 19 വായനാ ദിനമായിട്ട് കേരള സർക്കാർ ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് 1996 മുതലാണ്. വായനാ ദിനം എന്താണ്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന P.N. പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19. അപ്പം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരള സർക്കാർ 1996 മുതൽ വായനാ ദിനമായി ആചരിക്കുന്നത്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ്? ഏതാണ്? വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയാണ് COVID-19 രോഗത്തിന് കാരണം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. തോൽവിറക്ക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. തോൽവിറക് സമരം എവിടെയാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. വടക്കേ മലബാറിലെ ചീമേനി തോൽവിറക് സമരം കാസർഗോഡ് ചീമേനി താലൂക്ക്, ചീമേനി എന്ന് പറയുന്ന കാടുകളിലാണ് ഈ തോൽവിറക് സമരം നടന്നത്. അപ്പം തോൽവിറക് സമരം എവിടെയാണ്? കാസർഗോഡ്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം കാൺപൂർ. അപ്പം നമ്മൾ 10ാം ക്ലാസ്സിലെ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ബോക്സിൽ തന്നിരിക്കുന്നത് കലാപം നയിച്ച ആളുകൾ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഏക ആറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹീലിയം. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഹീലിയം. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൻ്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി R. ശങ്കർ. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിര. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചതാര്? ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് ആരാണ്? അത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്. അദ്ദേഹം കവിയും നാടകകൃത്തും സാമൂഹ്യ പരിഷ്കർത്താവും എല്ലാമായിരുന്നു. ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ കവിത ഏതാണ്? ജാതിക്കുമ്മി. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ കവിത ഏതാണ്? ജാതിക്കുമ്മി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ് അല്ലേ. അപ്പം 1915 കൊല്ലം ജില്ലയിൽ പെരിനാട്, ചെറുമൂട്, കാഞ്ഞാവേലി തുടങ്ങിയ സമീപ ഗ്രാമങ്ങളിൽ പുലയർ സമുദായത്തിലെ ഒരു സാമൂഹിക വിപ്ലവമായിരുന്നു കല്ലുമാല സമരം. പെരിനാട് ലഹള അല്ലെങ്കിൽ പെരിനാട് കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? കല്ലുമാല സമരം തന്നെയാണ്. അപ്പോൾ പെരിനാട് ലഹള എന്നറിയപ്പെടുന്നതും പെരിനാട് കലാപം എന്നറിയപ്പെടുന്നതും എന്താണ്? അത് കല്ലുമാല സമരമാണ്. കല്ലുമാല സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. അതിന് ഈ പെരിനാട് ലഹള ഉണ്ടാകാൻ കാരണം എന്താ? പൊതുവഴി ഉപയോഗിക്കരുത്, നല്ല വസ്ത്രം ധരിക്കരുത്, കുട ധരിക്കരുത്, വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുക, ക്ഷേത്രപ്രവേശനം നിഷേധിച്ചു, സ്ത്രീകൾക്ക് വസ്ത്രം നിഷേധിക്കുന്നു, സവർണ ജാതികളോടും സവർണ ശാസനയ്ക്കുമൊക്കെ എതിരെയായിട്ട്
പ്രക്ഷോഭമുയർത്തി. സ്വർണമോ ലോഹമോ ആയ ആഭരണങ്ങൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ധരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരെ നടന്ന പ്രക്ഷോഭമാണ് കല്ലുമാല സമരം. എവിടെയാണ് നടന്നത്? അത് കല്ലുമാല സമരം, പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇത് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി. തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാലും റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1812 ആണ്. ഏത് വർഷമാണ് റാണി ഗൗരി ലക്ഷ്മിഭായി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? 1812. ഏറ്റവും വർഷം തിരുവിതാംകൂർ ഭരിച്ചത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു. 1811 തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, 1814 അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചതും റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് ജന്മികൾക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റീജന്റ് ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായി. അതുപോലെ തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ആരാണ്? അതും റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. നമ്മൾ ഈ എക്സ്ട്രാ പോയിന്റ് പറയുന്നത് കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് PSCക്ക് PYQ ചോദിച്ചിട്ടുള്ളതാണ്. റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ഭരണാധികാരി. അതുപോലത്തെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മിഭായി ആയിരുന്നു. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ സമയത്ത് ഉമ്മിണിത്തമ്പിക്ക് ശേഷം വന്ന ദിവാനായിരുന്നു കേണൽ മൺറോ. അപ്പോൾ അടിമക്കച്ചവടം അവസാനിപ്പിച്ചെന്ന 1812. പിന്നെ ജില്ലാ കോടതിയും അപ്പീൽ കോടതികളും ഒക്കെ കൊണ്ടുവന്നു. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിൻ്റെ ഭരണരീതിയും പട്ടയ സമ്പ്രദായവും എന്നിവയൊക്കെ ഏർപ്പെടുത്തി. പിന്നെ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. അതുപോലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാരീതിയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? റാണി ലക്ഷ്മിഭായിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അതിന് ഉത്തരമാണ് അരുണ ആസിഫ് അലി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജയപ്രകാശ് നാരായണനാണ് അല്ലേ. അപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധിജീനെയും നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തൊക്കെ ഗാന്ധിജീനെയും അതുപോലെ തന്നെ മറ്റ് പ്രധാന നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒളിവിലിരുന്നും മറവിലിരുന്നും ഇതിന് നേതൃത്വം നൽകിയവരാണ് ഈ അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂരിലാണ് കേട്ടോ. അപ്പോൾ ആരാണ് അവിടെ നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാലോ, അത് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ കേരള കായിക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 13. അത് GV രാജ, ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ്. അപ്പോൾ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29-നാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 13 കേരള കായിക ദിനവും ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനവുമാണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്
വയോമധുരം പദ്ധതി. അപ്പോൾ എന്താണ് വയോമധുരം പദ്ധതി? കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ ഈ മധുരം എന്ന് കാണുമ്പോൾ ഓർത്തോണം കേരള സർക്കാരിൻ്റെ പദ്ധതി എന്തായിരിക്കും? അത് ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയായിരിക്കും. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? അത് ടിപ്പു സുൽത്താനാണ്. ഇപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792. ഏത് ഇന്ത്യൻ നാട്ടുരാജാവാണ് അതിൽ ഒപ്പിട്ടത്? ടിപ്പു സുൽത്താൻ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺവാലിസ് പ്രഭുവാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം എന്താണ്? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം കേരളത്തിൽ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ പ്രദേശമായിരുന്നു മലബാർ കേട്ടോ. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 എണ്ണമാണ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 എണ്ണമാണ്. കേരളത്തിലെ നദികൾ എന്ന ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. കേരളത്തിലെ നദികളെക്കുറിച്ചോ കായലുകളെക്കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രിലിമിനറി എക്സാമിന് ചോദിക്കും. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല. തെന്മല എവിടെയാണ്? കൊല്ലം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. നെൽച്ചെടിയിലെ പരാഗണകാരി കാറ്റ്. നെൽച്ചെടിയിലെ പരാഗണകാരി ആരാണ്? കാറ്റാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ അംശബന്ധം എത്രയായിരുന്നു? 3:2. ദേശീയ പതാക നമ്മൾ അംഗീകരിച്ചത് എന്നാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. 1950 ജനുവരി 24. അപ്പോൾ ഇപ്പോൾ കേരള കായിക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ 13. അത് GV രാജ ഗോദവർമ്മ രാജയുടെ ജന്മദിനമാണ്. അപ്പോൾ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 13 കേരള കായിക ദിനവും ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനവുമാണ്. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ എന്താണ് വയോമധുരം പദ്ധതി? കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ ഈ മധുരം എന്ന് കാണുമ്പോൾ ഓർത്തോണം കേരള സർക്കാരിൻ്റെ പദ്ധതി എന്തായിരിക്കും? അത് ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയായിരിക്കും. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ആരാണ്? അത് ടിപ്പു സുൽത്താനാണ്. ഇപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം 1792. ഏത് ഇന്ത്യൻ നാട്ടുരാജാവാണ് അതിൽ ഒപ്പിട്ടത്? ടിപ്പു സുൽത്താൻ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് കോൺവാലിസ് പ്രഭുവാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം എന്താണ്? ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം കേരളത്തിൽ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ പ്രദേശമായിരുന്നു മലബാർ കേട്ടോ. കേരളത്തിൽ
കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 എണ്ണമാണ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണം 11 എണ്ണമാണ്. കേരളത്തിലെ നദികൾ എന്ന ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 2 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. കേരളത്തിലെ നദികളെക്കുറിച്ചോ കായലുകളെക്കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രിലിമിനറി എക്സാമിന് ചോദിക്കും. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തെന്മല. തെന്മല എവിടെയാണ്? കൊല്ലം. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. നെൽച്ചെടിയിലെ പരാഗണകാരി കാറ്റ്. ദേശീയപതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയും ദേശീയപതാകയുടെ അംശബന്ധം 3:2 ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പഠിക്കാം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 1-2 മാർക്ക് ഷുവറാണ് ഇതിൽ നിന്നും. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലൊരു സെഷൻ നമ്മൾ ഇനിയും ക്ലാസ്സുകൾ നമ്മൾക്ക് വരുന്നുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഈ ചാനലിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. താങ്ക്